ഹായ്, നിങ്ങൾക്ക് ലോ പഠിക്കാൻ ആഗ്രഹമുണ്ടോ? ഞാനിന്ന് GST കുറിച്ചൊരു ക്ലാസ് എടുക്കുകയാണ്. GST ബേസ് ചെയ്തുകൊണ്ട് ലോ എന്താണെന്ന് ശരിയായ രീതിയിൽ പഠിക്കുവാൻ വേണ്ടിയുള്ളൊരു ക്ലാസ്സാണ് ഞാൻ എടുക്കുന്നത്. നമ്മൾ കൊമേഴ്സുകാർ, ലോ ഗ്രാജുവേറ്റ്സ്, അതുപോലെ BCom, MCom, CA, CMA, CS, ACCA, LLB, LLM, MBA തുടങ്ങിയ കോഴ്സുകളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അതിൽ മിക്ക സബ്ജക്റ്റും ലോയാണ്. ലോ എങ്ങനെ പഠിക്കണം എന്ന് ആർക്കും തന്നെ അറിയില്ല. എന്നാൽ ആ ലോ എങ്ങനെ പഠിക്കണം, എങ്ങനെ റെഫർ ചെയ്യണം, ആക്റ്റും റൂൾസും ഒക്കെ എങ്ങനെ റെഫർ ചെയ്താണ് ലോ മനസ്സിലാക്കേണ്ടത് എന്നൊരു ക്ലാസ്, അതിനുവേണ്ടിയുള്ളൊരു ക്ലാസ്സാണ് ഞാനിപ്പോൾ ഇവിടെ എടുക്കാൻ പോകുന്നത്. GST ബേസ് ചെയ്തുകൊണ്ടാണ് ലോ പഠിപ്പിക്കാൻ പോകുന്നത്. GST മീൻസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ഇത് രണ്ടും പ്ലൂറൽ ഫോമിൽ ഉപയോഗിക്കുന്നത് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. Article 265 of the Constitution of India says that no tax shall be levied or collected except by authority of law. That means no government shall collect any money from the public by way of tax without a proper law. അതായത് ശരിയായൊരു നിയമമില്ലാതെ ഒരു ഗവൺമെൻറ്റും ഒരു രൂപയും ടാക്സ് ഇനത്തിൽ ചുമത്താൻ പാടില്ല എന്നാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 265 പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്താൽ മനസ്സിലാക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ സൈറ്റിൽ ഗൂഗിൾ സെർച്ച് ചെയ്താൽ ആർട്ടിക്കിൾ 265 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്നൊന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. ഇത് കണ്ടുകൊണ്ട് തന്നെ വേണം നിങ്ങൾ പഠിക്കാൻ. അപ്പോൾ ആർട്ടിക്കിൾ 265 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ സേസ് ദാറ്റ് എന്താണ് പറയുന്നത്? നോ ടാക്സ് ഷാൽ ബി ലെവീഡ് ഓർ കളക്റ്റഡ് എക്സെപ്റ്റ് ബൈ അതോറിറ്റി ഓഫ് ലോ. അപ്പോൾ എന്താണ് ലോ? സിംപ്ലി വി ക്യാൻ സേ ലോ ഈസ് എ കോഡ് ഓഫ് കോണ്ടാക്ട്. കോഡ് മീൻസ് സംഹിത, കോണ്ടാക്ട് മീൻസ് സ്വഭാവല്യ, പെരുമാറ്റം. ഇവിടെ നമുക്ക് പെരുമാറ്റ സംഹിതയാണ് ലോ എന്ന് പറയുന്നത്. ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ ലോ ഈസ് എ റൂൾ ഓഫ് എക്സ്റ്റേണൽ ഹ്യൂമൻ ആക്ഷൻസ് enforced by a sovereign political authority or a sovereign government. Law is a rule of external human actions enforced by a sovereign political authority or a sovereign government. ഒരു രാജ്യത്തെ പരമാധികാര ഗവൺമെൻറ്, തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രീയ ഗവൺമെൻറ് ആ രാജ്യത്തെ പൗരൻ്റെ ബാഹ്യപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന പെരുമാറ്റ ചട്ടങ്ങളെയാണ് ലോ എന്ന് പറയുക. So, law is a rule of external human actions enforced by, enforce ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നിർബന്ധിച്ച് ചെയ്യുക, അല്ലേ? നമ്മൾ അടിച്ചേൽപ്പിക്കാന്ന് പറയും. എൻഫോഴ്സ്ഡ് ബൈ എ സോവറൻ പൊളിറ്റിക്കൽ അതോറിറ്റി ഓർ എ സോവറൻ ഗവൺമെൻറ്. എന്താണ് സോവറൻ പവർ? സോവറൻ പവർ നമുക്ക് മലയാളത്തിൽ പരമാധികാരം എന്ന് പറയാം. Where a government has all the powers of a government including the power to make laws. നിയമം പാസ്സാക്കാനുള്ള അധികാരം ഉൾപ്പെടെ ഒരു ഗവൺമെൻറ്റിനുള്ള എല്ലാ അധികാരങ്ങളും ഉണ്ടെങ്കിൽ ആ അധികാരത്തെയാണ് സോവറൻ പവർ അല്ലെങ്കിൽ പരമാധികാരം എന്ന് പറയുന്നത്. സോ ദ മെയിൻ ക്രൈറ്റീരിയ ടു ബിക്കം ദി സോവറിനിറ്റി ഓഫ് എ ഗവൺമെൻറ് ഈസ് ദ പവർ ടു മേക്ക് ലോസ്. ഓക്കെ, നിയമം പാസ്സാക്കാനുള്ള അധികാരം ഉൾപ്പെടെയുള്ള എല്ലാ അധികാരങ്ങളും ഉണ്ടെങ്കിൽ ആ അധികാരത്തെയാണ് സോവറൻ പവർ അല്ലെങ്കിൽ പരമാധികാരം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഏതൊക്കെ ഗവൺമെൻറ്റുകൾക്കാണ് സോവറൻ പവർ ഉള്ളത്, അല്ലെ പരമാധികാരം ഉള്ളത്? നമ്മുടെ രാജ്യം, അതായത് ഇന്ത്യ, ഫോളോ ചെയ്യുന്ന അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ റൂളിംഗ് സിസ്റ്റത്തെ പറയുന്ന പേരാണ് ഫെഡറൽ സിസ്റ്റം എന്ന് പറയും. അതായത് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും കൂടി ചേർന്ന് ഭരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ റൂളിംഗ് സിസ്റ്റത്തെ പറയുന്ന പേരാണ് ഫെഡറൽ സിസ്റ്റം. ഓക്കെ, അപ്പം ലോകത്ത് 193 195 രാജ്യങ്ങളുണ്ട്. UN അംഗീകരിക്കുന്ന 193
മറ്റ് 2 രാജ്യങ്ങൾ കൂടിയുണ്ട്. അങ്ങനെ മൊത്തം 195 രാജ്യങ്ങളിൽ വെറും 7 രാജ്യങ്ങൾ മാത്രമാണ് ഈ ഫെഡറൽ സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. അത് ഓർത്തിരിക്കാൻ ഇങ്ങനെ ഓർത്താൽ മതി. ABCIRU അല്ലെങ്കിൽ ആബിക്കുർ. ABCIRU. ഓസ്ട്രേലിയ, അർജന്റീന, ബ്രസീൽ, കാനഡ, ഇന്ത്യ, റഷ്യ ആൻഡ് US. ഇങ്ങനെ 7 രാജ്യങ്ങളാണ് ഫെഡറൽ സിസ്റ്റം ഫോളോ ചെയ്യുന്ന രാജ്യങ്ങൾ. ബാക്കി രാജ്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന യൂണിറ്ററി സിസ്റ്റമാണ്. അതായത് നമുക്ക് 2 ഗവൺമെൻറ്റുകളുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും കൂടി ചേർന്നാണ് നമ്മളെ ഭരിക്കുന്നത്. ഈ 2 ഗവൺമെൻറ്റുകൾക്കും സോവറൻ പവറുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റിന് സോവറൻ പവറുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്കും സോവറൻ പവറുണ്ട്. എന്നാൽ സോവറൻ പവർ ഇല്ലാത്ത ഗവൺമെൻറ്റുകൾ ഏതൊക്കെയാണ്? യൂണിയൻ ടെറിട്ടറീസ്. അവർക്ക് നിയമം പാസ്സാക്കാൻ അധികാരമില്ല. അതുപോലെ ലോക്കൽ അതോറിറ്റീസ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ. യൂണിയൻ ടെറിട്ടറികൾക്ക് നിയമം പാസ്സാക്കാൻ അധികാരമില്ല, പക്ഷേ അവർക്ക് നിയമം ആവശ്യമാണ്. ആര് പാസ്സാക്കണം? പാർലമെൻറ്റ് പാസ്സാക്കി കൊടുക്കണം, അല്ലേ? അതുപോലെ തന്നെ ഈ ലോക്കൽ അതോറിറ്റീസിന് നിയമം പാസ്സാക്കാൻ അധികാരമില്ല. അവർക്ക് നിയമം വേണം. ആര് പാസ്സാക്കണം? സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി നിയമം പാസ്സാക്കി കൊടുക്കണം. അങ്ങനെയാണെങ്കിലും ഒരു 3 യൂണിയൻ ടെറിട്ടറികൾക്ക് സോവറൻ പവർ ഉണ്ട്. ഏതൊക്കെയാണ്? ന്യൂഡൽഹി, പുതുച്ചേരി, പോണ്ടിച്ചേരി, ജമ്മു ആൻഡ് കാശ്മീർ. ഇത്രയും യൂണിയൻ ടെറിട്ടറികൾക്ക് നിയമം പാസ്സാക്കാൻ അധികാരമുണ്ട്. ബാക്കി യൂണിയൻ ടെറിട്ടറികൾക്കെല്ലാം സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ പാർലമെൻറ്റ് നിയമം പാസ്സാക്കി കൊടുക്കേണ്ടതാണ്. ഓക്കെ, അങ്ങനെ നിയമം പാസ്സാക്കാനുള്ള അധികാരം സെൻട്രൽ ഗവൺമെൻറ്റിനും ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്കും ഉണ്ട്. പിന്നെ നിയമം പാസ്സാക്കുന്നതിനുള്ള പ്രൊസീജിയറുകൾ എന്താണ്? അതുകൂടെ നമുക്ക് നോക്കിയിട്ട് അടുത്തതിലേക്ക് പോകാം. അതായത് ഗവൺമെൻറ് ഒരു നിയമം പാസ്സാക്കണം എന്ന് ഏതെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയായിരിക്കും നിയമം പാസ്സാക്കണം. ഒരു നിയമം പാസ്സാക്കണമെന്നൊരു ഗവൺമെൻറ് ആലോചിച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ആ നിയമം എഴുതിയുണ്ടാക്കുന്നതിനായിട്ട്, ഡ്രാഫ്റ്റ് ചെയ്യുന്നതിനായിട്ട് എക്സ്പെർട്ട് കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്യും. ആ എക്സ്പെർട്ട് കമ്മിറ്റി ആ നിയമം എഴുതിയുണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ പേര് ആക്ട് എന്നല്ല, അല്ലെ നിയമമൊന്നല്ല, പിന്നെന്താണ്? ബില്ലെന്നാണ് പറയുക. ആ എക്സ്പെർട്ട് കമ്മിറ്റി ബില്ല് ഡ്രാഫ്റ്റ് ചെയ്യും. പിന്നീട് ഗവൺമെൻറ്റിൻ്റെ തന്നെ ലോ ബോർഡുണ്ട്. അതായത് കുറച്ച് നിയമവിദഗ്ധരടങ്ങുന്ന ബോർഡാണ് ലോ ബോർഡ്. ലോ ബോർഡ് ഇത് സ്ക്രൂട്ടനൈസ് ചെയ്യും. അതായത് ഇതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ കടന്നു കൂട്ടിയിട്ടുണ്ടോ, കോൺസ്റ്റിറ്റ്യൂഷൻ അഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ ലോ ബോർഡ് സ്ക്രൂട്ടനൈസ് ചെയ്യും. എന്തെങ്കിലും മിസ്റ്റേക്കുകളുണ്ടോ അതെല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷം ആദ്യം നമുക്ക് സ്റ്റേറ്റ് എടുക്കാം. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി കൂടുന്ന സമയത്ത് എല്ലാ മെമ്പേഴ്സിനും ബില്ലിൻ്റെ ഒരു കോപ്പിയും കൊടുക്കും. അവർ വീട്ടിൽ കൊണ്ടുപോയി സ്റ്റഡി ചെയ്യണം. ഓക്കെ, അപ്പോൾ നിയമസഭയിലെ മെമ്പേഴ്സ് ആരാണ്? MLA മാരാണ്. കേരള നിയമസഭയിൽ 140+1, 140+1, 140 പേരെ എലക്ട് ചെയ്യുന്നു. ഒരു ആംഗ്ലോ ഇന്ത്യൻ നോമിനേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ 141 141 MLA-മാരാണ് കേരള നിയമസഭയിലുള്ളത്. എല്ലാ മെമ്പേഴ്സിനും ബില്ല് കോപ്പി കൊടുക്കുന്നു. അവർ കൊണ്ടുപോയി സ്റ്റഡി ചെയ്യുന്നു. അപ്പോൾ ഈ മൊത്തം MLA-മാരെ 2 ഗ്രൂപ്പായിട്ട് തിരിക്കാം. ഒന്ന് റൂളിംഗ് പാർട്ടിയും മറ്റൊന്ന് ഓപ്പോസിഷൻ പാർട്ടി. എല്ലാ MLA-മാർക്കും ബില്ലിൻ്റെ കോപ്പി കൊടുക്കും. അവരെല്ലാം വീട്ടിൽ കൊണ്ടുപോയി സ്റ്റഡി ചെയ്തിട്ട് പിന്നീട് എപ്പോഴെങ്കിലും നിയമസഭ കൂടുന്ന സമയത്ത് ഈ ബില്ലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് വോട്ടിനിട്ട് പാസ്സാക്കും. അപ്പോഴും ഇതിൻ്റെ പേര് ബില്ലെന്ന് തന്നെയാണ്. എപ്പോഴാണ് ബില്ലെന്ന പേര് മാറി ആക്ട് എന്നാവുന്നത്? സ്റ്റേറ്റിലാവുമ്പോൾ ഗവർണർ സൈൻ ചെയ്യുന്ന മൊമെൻറ്റിൽ ബിൽ എന്ന പേര് മാറി ആക്ട് എന്നാകും. ഇനി നമുക്ക് കേന്ദ്രത്തിലേക്ക് പോകാം. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റും ഇതുപോലെ നിയമം പാസ്സാക്കണമെന്ന് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ബില്ല് ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ട് എക്സ്പെർട്ട് കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്യും. എക്സ്പെർട്ട് കമ്മിറ്റി ബില്ല് ഡ്രാഫ്റ്റ് ചെയ്യും. അതിനുശേഷം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ലോ ബോർഡ് അത് സ്ക്രൂട്ടനൈസ് ചെയ്യും. അതിനുശേഷം പാർലമെൻറ്റിന് 2 സഭകളുണ്ട്. ഇതൊക്കെയാണ് ലോകസഭയും രാജ്യസഭയും. ഈ 2 സഭയിലുള്ള എല്ലാ മെമ്പേഴ്സിനും ബില്ലിൻ്റെ കോപ്പി കൊടുക്കുന്നു. അവിടെയും 2 തരം പാർട്ടികളുണ്ട്. റൂളിംഗ് പാർട്ടിയുണ്ട്, ഓപ്പോസിഷൻ പാർട്ടിയുണ്ട്. പിന്നീട് എപ്പോഴെങ്കിലും ലോകസഭ കൂടുന്ന സമയത്ത് ഈ ബില്ലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് വോട്ടിനിട്ട് പാസ്സാക്കുന്നു. എന്നാൽ പാർലമെൻറ്റിൻ്റെ കേസിൽ ലോകസഭ മാത്രം പാസ്സാക്കിയ പോരാ, രാജ്യസഭയും കൂടി പാസ്സാക്കണം. രാജ്യസഭയും പാസ്സാക്കിയതിന് ശേഷം ചില പ്രത്യേക ബില്ലുകളാണെങ്കിൽ
ഇന്ത്യയിലെ മൊത്തം സ്റ്റേറ്റുകളിൽ പകുതിയിലധികം സ്റ്റേറ്റുകൾ അതിനെ റാറ്റിഫൈ ചെയ്തു, അതിനെ അനുകൂലിച്ചുകൊണ്ട് പ്രമേയം പാസ്സാക്കണം. അതിനുശേഷം പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ബില്ല് സൈൻ ചെയ്യുമ്പോൾ ബിൽ എന്ന പേര് മാറി ആക്ട് എന്നാവും.